ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ ഏത്തപ്പഴവും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ എണ്ണയിലൊന്നും പൊരിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണയോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുകിയിട്ടുള്ള തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെയൊക്കെ ഒരു അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ നമുക്ക് ഈ നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് ഇതാവൊന്നും വേണ്ട. അതിൽ ആ ഒരു വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അവലാണ്. ഞാനിവിടെ ബ്രൗൺ നിറത്തിലുള്ള അവൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ള അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതും 1/2 കപ്പ് തന്നെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അവലും തേങ്ങയും കൂടെ ചെറുതായിട്ട് നമുക്ക് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അധികം നേരമൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി എടുത്താൽ മതി. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏത്തപ്പഴമാണ്. ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏറ്റവും പഴുത്ത ഏത്തപ്പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. അത് ഒരു വലിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കര പാനിയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം നല്ല തിക്കായിട്ടുള്ള ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത്. അധികം വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ശർക്കര പാനി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. പഴത്തിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് അതനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴമൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാൻ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പഴമൊക്കെ അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പഴമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവലും ഒക്കെ നന്നായി കുതിർന്ന് അതുപോലെ തേങ്ങയും പഴവും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ട് ഇതൊരു ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്കിൻ്റെ ഈ ഒരു ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉരുളകളാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോൾസ് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൽ അവലും അതുപോലെ തന്നെ തേങ്ങയും ഏത്തപ്പഴവും എല്ലാം കൂടെ കഴിക്കാനായിട്ട് ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ ബോൾസൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഒരു 1.25 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചില അരിപ്പൊടിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതിരുന്നിട്ട് ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടും. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂട് ആറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ചെറു ചൂടോട് കൂടിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ കയ്യിൽ അല്പം എണ്ണ തടവുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തുനിന്നും യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ഇത് ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതൊന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറൊരു ഷേപ്പിൽ കിട്ടും നമ്മുടെ ഈ ഒരു പലഹാരം. ഇതുപോലെ ആക്കി കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ളത് ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. സാധാരണ കൊഴുക്കട്ടേനേക്കാളും കുറച്ചുകൂടെ ഹെൽത്തിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ പഴവും അതുപോലെ തന്നെ അവലും തേങ്ങയും എല്ലാം ഉണ്ട്. അപ്പോൾ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും, അവർക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും.
അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ അല്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വെക്കാം. ഞാൻ 2 തട്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ ഇതാവാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ വേവിക്കുന്ന അതേ ഒരു സമയം തന്നെ എടുക്കുള്ളൂ. കാരണം ഉള്ളിലൊക്കെ ഓൾറെഡി വെന്തിട്ടുള്ളതല്ലേ, പുറം മാത്രം വേകാനുള്ളൂ. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് മാറ്റി വെക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഉള്ളത്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ, നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്